എല്ലാവർക്കും നമസ്കാരം. ചിട്ടകൾ ജീവിതത്തിന് ഊടും പാവും നൽകുന്നതാണ്. ചിട്ട കെട്ടുപോകുമ്പോൾ ജീവിതം പലപ്പോഴും ക്രമം കെട്ടതായി തീരും. മൈക്ക് മർഡോക്ക് എഴുതുന്നു, "The secret of your future is hidden in your daily routine." നമ്മുടെ ഭാവി കുടിയിരിക്കുന്നത് ഓരോ ദിവസത്തെയും നമ്മുടെ ക്രമബദ്ധമായ ജീവിതത്തിലാണ്. പ്രചോദക ചിന്തകനായ ജിം റോൺ പറയുന്നുണ്ട്, ദിവസങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കണോ, നിങ്ങൾ ദിവസങ്ങളെ നിയന്ത്രിക്കണം. ദിവസങ്ങളെ ചിട്ടകൾ കൊണ്ട് ക്രമീകരിക്കാൻ സാധിക്കുന്നിടത്താണ് ജീവിതം മികച്ചതായി മാറുന്നത്. തോന്നുമ്പോൾ എഴുന്നേൽക്കുക, തോന്നുമ്പോൾ ഭക്ഷിക്കുക, തോന്നുമ്പോൾ ദിനകൃത്യങ്ങൾ നടത്തുക. ഇത് കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെയാണ്. കുറച്ചു കഴിയുമ്പോൾ അത് പല വഴിക്കായി ചിതറിപ്പോകും. ചിതറിക്കഴിഞ്ഞാൽ ചില പേജുകളൊന്നും തിരിച്ചു കിട്ടത്തില്ല. ഏത് കാറ്റിനും അവയെ പറത്തിക്കൊണ്ടുപോകാം. ക്രമം കെട്ട ജീവിതത്തിൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. എന്നുവെച്ച് ക്രമത്തിന് വേണ്ടി മാത്രം ജീവിതത്തെ രൂപപ്പെടുത്തരുത്. ജീവിതത്തിന് വേണ്ടിയായിരിക്കണം ഒരു ക്രമം ഉണ്ടാകേണ്ടത്. ജെയിംസ് നറേസിന്റെ വാക്കുകൾ, "I like routine. It enables me to improvise." അദ്ദേഹം കുറിക്കുകയാണ്, "ഞാൻ ജീവിതത്തിന്റെ ചിട്ടകളെ ഇഷ്ടപ്പെടുന്നു. കാരണം എൻ്റെ ജീവിതത്തെ മികച്ചതാക്കാൻ സഹായിക്കുന്നത് അത് തന്നെയാണ്." നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു നിഷ്ഠയുണ്ടായിരിക്കണം. വിശ്വാസ ജീവിതം നിഷ്ഠകളിൽ അധിഷ്ഠിതമാണ്. ആകുലതകളും ആശങ്കകളും ഉത്കണ്ഠകളും വേണ്ട. ചെയ്യേണ്ട കർമ്മങ്ങൾ, ചെയ്യേണ്ട ഉത്തരവാദിത്വം, നിയോഗങ്ങൾ അത് കൃത്യമായി നിർവഹിക്കാനായിട്ട് പരിശ്രമിക്കുക. ഒരു ദൈവബോധ്യം നമ്മളിൽ ഉണ്ടാകണം. ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മിൽ ഉണ്ടാകണം. ഒരു വിശ്വാസ ജീവിതം നമ്മിൽ ഉണ്ടാകണം. ഒപ്പം തന്നെ സ്ഥിരതയോടെ ഓടാനുള്ള ഒരു കരുത്തും നമ്മൾ ആർജിക്കണം. പാളം തെറ്റിയ ട്രെയിൻ പോലെ, നൂല് പൊട്ടിപ്പോയ പട്ടം പോലെ, കുത്തിക്കെട്ടുപോയ പുസ്തകം പോലെ ക്രമരഹിതമായി പോകാനുള്ളതല്ല ഈ ജീവിതം. എൻ്റെ ജീവിതം ദൈവം തന്ന ദാനമാണ്. അതിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കർത്താവിന് ഇഷ്ടമുള്ളൊരു ജീവിതം നയിപ്പാൻ, ചിട്ടയുള്ളൊരു ജീവിതം നയിപ്പാൻ നമുക്കൊക്കെ കഴിയട്ടെ. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 6-ാം വാക്യം, "നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും." ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, പരിശുദ്ധാത്മാവ് ലോകത്തിന്മേൽ ഇറങ്ങി വന്നപ്പോൾ ഈ ലോകത്തിന് ഒരു ക്രമമുണ്ടായി. രാവും പകലും, കരയും കടലും, അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനവും നിയതമായ ഭാവവും നൽകി. ചിട്ടകളിൽ ബദ്ധിതമാണ് ഈ ലോകത്തിൻ്റെ സൗന്ദര്യം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിനും ശരിയായൊരു ചിട്ടയുണ്ടാകണം. പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിരന്തരം പുതുക്കണമേ. ശരിയായ ജ്ഞാനം, ജീവിത വഴികൾ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമം കെട്ട അവസ്ഥകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി സത്യാനുതാപത്തോടെ അതിനൊന്ന് ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.